ബീഹാറിലെ ഒന്നാം ഘട്ട പോളിംഗിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ പോളിംഗ് ആണ് കഴിഞ്ഞത്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ളത് 2000-ന് മുമ്പ് ഏതാണ്ട് ഒരു 62.57%. അത് മൊത്തത്തിലാണ്, ഫേസ് 1 അല്ല. ഫേസ് 1 ബീഹാർ മൊത്തമാണ്. ഇത് ഫേസ് 1 മാത്രം. ഫേസ് 1 സാർ പറഞ്ഞാൽ ചരിത്രമാണ്. കാര്യം മുമ്പ് രേഖപ്പെടുത്തിയുള്ള 52% 50% പരമാവധി. ഇപ്പൊ 64.69. അതാണ് ചരിത്രം. അപ്പൊ ഇത് മുന്നണികൾക്കൊരു അങ്കലാപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ വനിതാ പ്രാതിനിധ്യമൊക്കെ വളരെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതാർക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ്. കാരണം NDA സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ വിജയം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, SIR-ന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിനെ നേരിടുന്നതും ഏത് തരത്തിലുള്ള ആയിരിക്കും എന്നുള്ളതും തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് അതിന് മറുപടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇനി ബീഹാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 2 കാര്യങ്ങളാണ് ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സിവിയർ ഇന്റൻസീവ് റിവിഷൻ, SIR എന്ന് പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. അത് വലിയ എതിർപ്പുകളും, രാഹുൽ ഗാന്ധി നാട് നീളം നടന്ന് ഇത് ശരിയല്ല, ആളുകളെ പുറത്താക്കുന്നു, പൗരന്മാർ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് വലിയ പ്രചരണം നടത്തി. കോൺഗ്രസ് പാർട്ടി നടത്തി, ഇടത് പാർട്ടികൾ നടത്തി, എല്ലാവരും സമ്മതം നടത്തി, മമതാ ബാനർജി നടത്തി. അതിനുശേഷം ഞാൻ സാറിന് ഇന്ന് ECIയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്വീറ്റ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഈ 121 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫോം 17A സ്ക്രൂട്ടിനിയാണ്. അതായത് വോട്ടേഴ്സ് രജിസ്റ്റർ ആണല്ലോ 17A എന്ന് പറയുന്നത്. ആ സ്ക്രൂട്ടിനിയിൽ ഒരൊറ്റ പരാതി പോലും വന്നിട്ടില്ല. അതായത് കള്ള വോട്ടെന്നോ മിസ്ഗൈഡ് ചെയ്തെന്നോ ബൂത്ത് പിടിച്ചെന്ന് പറഞ്ഞ ഒരൊറ്റ പരാതി പോലും വന്നിട്ടില്ല എന്ന് 7-ാം തീയതി, അതായത് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാണ് വിജയിച്ചത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ, ബീഹാറിലെ ജനങ്ങളാണോ, രാഹുൽ ഗാന്ധിയാണോ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്തു. രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടിരുന്ന റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ SIR അവിടെ ആളുകൾ 100% സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ വെളിപ്പെടുത്തൽ. മാത്രമല്ല, സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ വനിതകളെ സംബന്ധിച്ചിട്ട് ഈ ഫേസ് 1 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ 64.66% 57% സ്ത്രീകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം പുരുഷന്മാർ 48%. അപ്പോൾ സ്ത്രീകൾ മീഡിയാസ് എല്ലാം അവിടെ സ്ത്രീകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് നിതീഷ് കുമാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. അങ്ങനെ സ്ത്രീകൾ നിതീഷ് കുമാറിന് അനുകൂലമായി അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി ചിന്തിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഒരു 10% ഡിഫറൻസ് ഉണ്ട് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വോട്ട് ചെയ്തതിന്. ആ 10% NDAക്ക് ഫേവറായിട്ട് വരും. ഇനി ഇദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി പുരുഷന്മാരെ ഏറ്റെടുത്തുവെങ്കിൽ പുരുഷന്മാരുടെ വോട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ശതമാനം NDAക്ക് നഷ്ടമാകും. പക്ഷേ അത് സ്ത്രീകളുടെ വോട്ടുണ്ട് മാനേജ് ചെയ്യും എന്നാണ് നമുക്ക് ഈ പ്രാഥമികമായിട്ട് കണക്കൂട്ടാൻ കഴിയുന്നത്. ഇതുവരെ നടന്ന 121 മണ്ഡലങ്ങളിൽ ഇനി 2-ാം ഘട്ടം നടക്കാനിരിക്കുന്നു. 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് കൂടുതൽ ഊർജ്ജസ്വലമായി ചർച്ച ചെയ്യപ്പെടും. കാരണം ഈ പറഞ്ഞതുപോലെ പോൾ ട്രിക്കിംഗ് ഇല്ല, ബൂത്ത് ക്യാപ്ചറിങ് ഇല്ല, കള്ളവോട്ട് നടന്നിട്ടില്ല, എവിടെയും ചലഞ്ച് നടന്നിട്ടില്ല, ഒരു പരാതിയും പരിഭവത്തിനും ഇല്ലാതെ ഇത്രയും നേരത്തെ സൂചിപ്പിച്ചുള്ള വലിയ രീതിയിൽ ബീഹാർ രാജ്യത്ത് ഇല്ലാത്ത രീതിയിൽ ഭൂരിപക്ഷവും കൊടുക്കുമ്പോൾ വരുമ്പോൾ ഇത് ഇനിയുള്ള മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ പ്രചോദനം ആളുകൾക്ക് നൽകും എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച അങ്കലാപ്പ് പ്രതീക്ഷയിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് NDA ആയാലും ശരി, മഹാഗഠബന്ധനായാലും ശരി, 2 കൂട്ടർക്കും പ്രതീക്ഷിക്കാമല്ലോ. പ്രതീക്ഷിക്കുന്നതിന് ദോഷമൊന്നുമില്ലല്ലോ. പക്ഷേ ആർക്ക് അനുകൂലമായി വരും എന്നുള്ളത് കാത്തിരുന്ന് നമ്മൾ കാണേണ്ട വിഷയമാണ്. ഈ സ്ത്രീ പ്രാതിനിധ്യം കൂടി എന്ന് പറയുമ്പോൾ ആ വോട്ട് മുഴുവൻ നിതീഷ് കുമാറിനും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും കിട്ടുന്ന വോട്ടുകളായി മാറാനുള്ള സാധ്യത അവിടെ കാണുന്നു. 100%. കാരണം അവർക്ക് ഈ ബീഹാറിലെ സാധാരണ ജനങ്ങള് ശൗചാലയം കാണുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം, പിന്നീട് അവിടെ ഗ്യാസ് അല്ലേ, സ്കീം വഴി. മാത്രമല്ല സാർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മളെപ്പോഴും ബീഹാറിനെ കുറിച്ച് നമ്മൾ മലയാളികൾ പറയാറുണ്ടല്ലോ, ഒരു ബീഹാറി, ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, കുളിക്കാത്തവൻ നനയ്ക്കാത്തവൻ എന്നൊക്കെ രീതിയിൽ നമ്മൾ വളരെ വൾഗറായിട്ട് നമ്മൾ പറയുന്നതാണ് ബീഹാർ.
അങ്ങനെ ഒരു ബീഹാർ ഉണ്ടായിരുന്നു, വെറുതെ അല്ല. അതൊരു 20 വർഷം മുമ്പായിരുന്നു. ലാലു ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ലോ ആൻഡ് ഓർഡറായിരുന്നു. ക്രമസമാധാനം തീരെ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു ബീഹാർ. തെരഞ്ഞെടുപ്പ് നേരെ നടത്താൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. മനുഷ്യൻ മരിക്കുക റോഡിൽ കൂടെ 7 മണി നടക്കാൻ കഴിയില്ലാതെ. സ്ത്രീകളെ സമയത്ത് അവനെ ഏജൻ്റെ ഉണ്ടാക്കി തോന്നുന്ന പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകും. സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്. അത് അവിടുത്തെ സ്ത്രീകൾക്ക് അറിയാം. 20 വർഷം കൊണ്ട് നിതീഷ് കുമാർ ചെയ്ത ഏറ്റവും വലിയ പ്രതി, എനിക്ക് നേരത്തെ സാർ ശൗചാലയമോ പൈസയ്ക്കോ അപ്പുറം അവർക്ക് സ്വതന്ത്രമായിട്ട് വെളിയിറങ്ങി നടക്കാൻ കഴിയും. രാത്രി റോഡിൽ കൂടെ നടക്കാൻ കഴിയുന്നു അവിടുത്തെ പെണ്ണുങ്ങൾക്ക്. നമ്മുടെ നാട്ടിലെ പോലുള്ള സാഹചര്യം അല്ലായിരുന്നു മുമ്പ് അവിടെ. അപ്പോൾ ക്രമസമാധാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായി മാറി. അവരേറ്റവും കൂടുതൽ നിതീഷിനെ അംഗീകരിക്കുന്ന ഒറ്റ കേസിലാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതുകൊണ്ടാണ് സ്ത്രീ വോട്ടേഴ്സിൻ്റെ എണ്ണം. കാരണം ഇനി ജംഗിൾ രാജ്, മോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ജംഗിൾ രാജ് വീണ്ടും വന്നു കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു ഭീതി അവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ സ്കീമുകളിൽ കൂടെ അവർക്ക് കിട്ടിയ നേട്ടങ്ങളും, പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തത്, അതുപോലെ തന്നെ സ്കോളർഷിപ്പ്, ഇങ്ങനെ നിരവധി പദ്ധതികൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് നിതീഷ് കുമാറോട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഒരു കാര്യം, 20 വർഷമായിട്ട് ഭരിക്കുന്ന ആളാണ് ഇദ്ദേഹം, നിതീഷ് കുമാർ. കുറച്ച് നേരം അപ്പുറത്തും കൂടെ ആയിരുന്നു, ലാലിനോട് ചേർന്ന് ഭരിച്ചു. പക്ഷേ 20 വർഷത്തിന് അദ്ദേഹത്തിന് ആൻറ്റി ഇൻകംബൻസി ഇല്ല. ഒരൊറ്റ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിപ്പോഴും ഇല്ല. ഇപ്പോഴും ഇല്ല. ഭരണവിരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരെ ഇല്ല എന്നുള്ളതാണ്. വെറും നമുക്കറിയാലോ, ബീഹാർ ജാതി രാഷ്ട്രീയം വലിയത്, എല്ലായിടത്തും ജാതി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥലം ബീഹാറാണ് ഇപ്പോഴും. അവിടെ കുർമി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം, നിതീഷ് കുമാർ. വെറും 3% ഉള്ളൂ. അടുത്ത പോപ്പുലേഷൻ 3% കുർമി വിഭാഗം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ മറ്റ് സമുദായങ്ങളിൽ നിന്നോ യാദവരിൽ നിന്നോ അല്ലെങ്കിൽ മുന്നോക്കക്കാരിൽ നിന്നോ മറ്റേ SC ST കാറ്റഗറിയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ വലിയ എതിർപ്പില്ല. ആൻറ്റി ഇൻകംബൻസി എന്ന സംഭവമേ ബീഹാറിലില്ല, പ്രത്യേകിച്ചും CM-നെതിരെ. ഇത് വലിയൊരു അത്ഭുതമില്ല. അതിന് നമുക്ക് ഊഹിക്കാമല്ലോ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എതിരാളികൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം അനാരോഗ്യം പറയുന്നുണ്ട്. അതെ, മാത്രമേ പറയുന്നുള്ളൂ. അല്ല, അതേ പറയാൻ കഴിയൂ. അല്ല, മറ്റെന്താണ് പറയാൻ കഴിയുക? ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഇവർ ആരോപണം ഉണ്ടെങ്കിൽ അഴിമതികളൊന്നുമില്ല. നയാ പൈസയുടെ അഴിമതി അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ളവരോ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നേരത്തെ അതിലെ വോട്ട് ചോരി പോലുള്ള ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ടയില്ല അവിടെ വയ്ക്കുക എന്ന് പറയുന്നത്. ആ ഉണ്ടയില്ല എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ചിട്ട്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് സമ്പൂർണ്ണ ആരോഗ്യവാനാണ്. അദ്ദേഹത്തിനുണ്ടല്ലോ ആരോഗ്യ പ്രശ്നം. പ്രായമാകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ആ ആരോഗ്യ പ്രശ്നങ്ങളാണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ? അതൊന്നും അവിടുത്തെ ജനം തള്ളിക്കളയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ടും ബീഹാർ മുൻകാലങ്ങളിൽ വളരെ പുറകിലായിരുന്നു. വലിയ മാറ്റം ഉണ്ടായി. കാരണം എത്രയോ താഴെ കടന്ന ഒരു സംസ്ഥാനമായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ താഴെ കടന്ന സംസ്ഥാനമാണ്. അത് ഒരു വലിയൊരു വിഷയമായിട്ട് നിതീഷ് കുമാർ ഏറ്റെടുത്ത് കഴിഞ്ഞ 20 വർഷം കൊണ്ട് വലിയ തോതിൽ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു. സ്കൂളുകളിൽ പകുതി പഠനം നിർത്തി പോകുന്നത് വലിയൊരു കുറയ്ക്കാൻ കഴിഞ്ഞു. എൻറോൾമെൻറ്റ് കൂടാൻ കാരണം ഞാൻ നേരത്തെ സൈക്കിൾ പറഞ്ഞാണ്. പെൺകുട്ടികൾ അവിടെ സ്കൂളിൽ പോകാറേയില്ല. പെൺകുട്ടികളുടെ എൻറോൾമെൻറ്റ് കൂടിയതിൻ്റെ കാരണം ഈ സൈക്കിൾ കൊടുത്തതാണ്. കാരണം യാത്ര വലിയൊരു വിഷയമാണ്. ഗ്രാമങ്ങളിലേക്ക് ഒന്ന് സ്കൂളിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ അടുത്ത പോലെ ഒരു പഞ്ചായത്തിൽ 3-4 സ്കൂളുള്ള സമയം അവിടെ ഇല്ല. സ്കൂളുകളുടെ എണ്ണം കുറവാണ്. മാത്രമല്ല ജിയോഗ്രഫിക്കലി വലിയ ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം ദൂരം പോകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിൾ നൽകുന്ന പോലുള്ള പദ്ധതികളും അവർക്ക് സ്കോളർഷിപ്പും പാഠപുസ്തകങ്ങളും ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കുട്ടികൾ വിദ്യാഭ്യാസത്തിലേക്ക് വന്നു. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മളിപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ നമ്മൾ കേരളീയർ പറയുന്നുണ്ടല്ലോ, നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രതീക്ഷയാണെന്ന്. നമ്മൾ ഈ അഖിലേന്ത്യാ പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ, സിവിൽ സർവീസ് ആയാലും UPSCയുടെ മറ്റ് പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ കേരളത്തെക്കാളും വളരെയധികം കുട്ടികളാണ് ബീഹാറിൽ നിന്നും ക്വാളിഫൈ ചെയ്ത് രംഗത്ത് വരുന്നത്. ഉന്നത വിദ്യാഭ്യാസം അവിടെ മികച്ചതാണ്. നമ്മളിവിടുത്തെ പോലെയല്ല. ഇംഗ്ലീഷ് നേരെ പറയാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി അല്ല അവിടെ. ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ മുന്നിലാണ്. അതാണ് നമ്മളൊരു സംസ്ഥാനത്തെ അവിടുത്തെ വിദ്യാഭ്യാസം താരതമ്യം ചെയ്യേണ്ട അങ്ങനെയാണ്. അല്ല 100 പേരെ നമ്മൾ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അതുകൊണ്ട് ഗുണം ഉണ്ടാവണ്ടേ? അവന് നാളെ 10 രൂപയ്ക്ക് ഒരു വരുമാനം ഉണ്ടാകാൻ കഴിയണ്ടേ? അതാണല്ലോ പ്രധാനം. അത് ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. റോഡുകൾ ബീഹാറിൽ 4 or 5 ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡൽഹി മുതൽ UPയുടെ പല ഭാഗങ്ങളെ മീററ്റ് കണക്കിന് എക്സ്പ്രസ് വേ, അങ്ങനെ പല എക്സ്പ്രസ് വേകളും ബീഹാറിൽ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിച്ചു. കുണ്ടും കുഴിയില്ലാത്ത നല്ല റോഡ്. ഇതൊക്കെ ആളുകൾ അവിടെ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ നല്ല റോഡ്, സമാധാനമായിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നു, നമ്മളെ ഗുണ്ടകൾ ഉപദ്രവിക്കുന്നില്ല, പോലീസ് വളരെ ആക്റ്റീവാണ്, നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു, നമുക്ക് സഹായിക്കാനായിട്ട് പൈസ തരുന്നു, റേഷൻ കൃത്യമായിട്ട് കിട്ടുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഗ്യാസ് ഫ്രീ ആയിട്ട് പിന്നെ ഗതിയില്ലാത്തവർ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് നിതീഷ് കുമാറിന് ചെയ്യാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുന്നത്. എല്ലാ വിഭാഗത്തെയും അദ്ദേഹം തൃപ്തിപ്പെടുത്തിയെന്നുള്ളതാണ്. ഈ നമ്മളെ അതിഥി തൊഴിലാളികളെന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരു നല്ല പങ്ക് കേരളത്തിൽ നിൽക്കുന്നതിൽ ബീഹാറികൾ ഉണ്ടെന്നുള്ളതാണ്. ഉണ്ട് തീർച്ചയായിട്ടും. അല്ല, അത് ബീഹാറികൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഡൽഹി, മഹാരാഷ്ട്രയ്ക്ക് എപ്പോഴും പ്രശ്നമാണ്. അറിയാലോ, അവിടെ ഈ ശിവസേനക്കാരൊക്കെ അവരെ എടുത്തിട്ട് തല്ലുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. വലിയ തോതിൽ അവർ വിട്ടുവരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബീഹാറിൽ വ്യവസായങ്ങൾ കുറവാണ്. അവിടെ കൃഷിയാണ് പ്രധാനപ്പെട്ട ഒരു ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത്. വ്യവസായങ്ങളില്ലാത്തതിൻ്റെ കാരണം എന്താ? ലാലു ഭരിച്ചിരുന്ന കാലഘട്ടം, ഇപ്പോൾ ചില ഇൻഡസ്ട്രീസ് തുടങ്ങിയിട്ടുണ്ട്. ലാലു ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഈ പറഞ്ഞ വികസനമേ ഇല്ലായിരുന്നു. പുള്ളിയുടെ ചില വളരെ രസകരമായ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. കറണ്ട് പലയിടത്തും കിട്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കറണ്ട് അതിൻ്റെ അപകടമാണ്, അത് ഷോക്കേറ്റ് നമ്മൾ ചത്തുപോകും, അതുകൊണ്ട് കറണ്ട് വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. ഇതിനെ ഈ റാന്തൽ പിടിച്ച് നിങ്ങൾ ജീവിക്കും, അതാണ് പ്രധാനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമാണ് ബീഹാർ. അവിടെയാണ് ഈ പറഞ്ഞതുപോലുള്ള വ്യവസായങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വ്യവസായം തുടങ്ങുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ആളുകൾ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് വിട്ടിട്ട് അവർ അവിടെ തങ്ങും എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പം പറയുന്നത്. ഈ കഴിഞ്ഞ ഇവരുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോയിൽ അത് പറയുന്നുണ്ട്, പുറത്തു പോയി ജോലി ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്നുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ പദ്ധതി അവർ കണ്ടുപിടിക്കുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഒരു ആകർഷണം കൂടിയുണ്ട്, പുറത്ത് കിട്ടുന്നവരുടെ കൂലി. ഇപ്പോൾ കേരളത്തിൽ വന്നാൽ 900 രൂപ 1000 രൂപ അവർക്ക് സംഭവം കിട്ടും. ഇത് അവിടെ കിട്ടുന്നത് 250 രൂപ 300 രൂപ. മാത്രമേ എല്ലാ ദിവസവും പണിയും ഉണ്ടാവില്ല. കൃഷിയല്ലേ, അത് പിന്നെ സീസൺ അനുസരിച്ച് നടക്കുന്ന ഒരു സാധനമാണ് കൃഷി എന്നത്. എന്തെങ്കിലും മഴ കൂടിയാൽ വെയിൽ കൂടിയാൽ ഒക്കെ കൃഷി നശിക്കും. സ്വാഭാവികമായിട്ടും അവന് വരുമാനം ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ബീഹാറിൽ ഇപ്പോഴും സ്ഥിതി എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ കൃഷിപ്പണിക്ക് വിട്ടിട്ട് ഈ ആണുങ്ങളെല്ലാം പുറത്തേക്ക് ഇങ്ങനെ ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ വരുമാനമായി. അതിനോടൊപ്പം തന്നെ ഈ സർക്കാർ കൊടുക്കുന്ന സഹായം കൂടെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് കുടുംബത്തിൽ നേരെ ജീവിക്കാൻ കഴിയും. ഇതാണ് നിലവിലുള്ള ബീഹാറിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ സാമൂഹ്യ രാഷ്ട്രീയത്തിൻ്റെ വിളവെടുപ്പാണ് നവംബർ 14 നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.